മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഡിസംബർ 11 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 6 മണിക്ക് മോക്ക് പോൾ നടത്തും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും. ജില്ലയിലെ 15 ബ്ലോക്കുകളിലും 12 മുനിസിപ്പാലിറ്റികളിലുമായി 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 17,40,280 പുരുഷന്മാരും 18,78,520 സ്ത്രീകളും 51 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 36,18,851 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അർഹരായുള്ളത്. 94 ഗ്രാമപഞ്ചായത്തുകളിലായി 29,91,292 വോട്ടർമാരുണ്ട്. 12 നഗരസഭകളിലായി 6,27,559 വോട്ടർമാരുണ്ട്. കൂടാതെ 517 പ്രവാസി വോട്ടർമാർ ഗ്രാമപഞ്ചായത്തിലും 85 പേർ മുനിസിപ്പാലിറ്റികളിലുമുണ്ട്. 94 ഗ്രാമപഞ്ചായത്ത്, 15 ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റികൾ എന്നിവയുൾപ്പെടെയുള്ള ജില്ലയിലെ 122 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2,789 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8,381 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 4,363 പുരുഷന്മാരും 4,018 സ്ത്രീകളുമുണ്ട്. തിരഞ്ഞെടുപ്പിനായി 4,343 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പോളിംഗ് ഡ്യൂട്ടിക്കായി 20,848 ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ചുമതലയ്ക്കായി 7,000-ഓളം ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. പേയ്മെന്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ EMI ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.